ഞാൻ ഷാഹിന മുഹമ്മദ് റാഫി. ഞാനൊരു ഡിവേഴ്സ്ഡ് വുമൻസിനും അവരുടെ കുട്ടികളെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു എംപവർമെൻറ്റ് കോച്ചാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് എ ടോപ്പിക് കോൾഡ് ഹൗ ടു ഇമോഷണലി സപ്പോർട്ട് യുവർ ചൈൽഡ് ആഫ്റ്റർ എ ഡിവേഴ്സ്. നമുക്കറിയാം, നമുക്കൊരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെൻഷൻ തരുന്ന ഒരു പ്രോസസ്സ്, നമുക്കൊട്ടും ജീവിക്കാനോ അല്ലെങ്കിൽ മടുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെ കുട്ടികളെ നോക്കാം എന്നുള്ള ടെൻഷൻ്റെ ബേസിസിലായിരിക്കും. അതായത് നമുക്ക് അവരെ നോക്കാൻ ആഗ്രഹമില്ലാതല്ല, പക്ഷെ ഒരു സ്ട്രെങ്ത് ഉള്ളിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും പല സ്ത്രീകൾക്കും ഒരു ഡിവോഴ്സ് ലൈഫിൽ നമ്മൾ കണ്ടുപോകാറുണ്ട്. നമുക്ക് വരുന്ന പല കൗൺസിലിങ്ങിൽ നിന്നാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, എനിക്കില്ലാത്ത സ്ട്രെങ്ത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ ആ ഒരു ടോപ്പിക്കിനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ വെരി ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് എടുക്കുക. അത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുക. അത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം പലപ്പോഴും പല വീഡിയോകളിലും കുട്ടികൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ഉമ്മേൻ്റെ അടുത്ത് പറയുന്നൊരു സംഭവമാണ്, ഞാൻ എൻ്റെ വാപ്പയെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് വാപ്പയെ കാണാൻ തോന്നുന്നുണ്ട്, ഫാദറിൽ അടുത്ത് നിൽക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഫാദർ ആൻഡ് ചൈൽഡ് തമ്മിലൊരു ബോണ്ടുണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ ചിലപ്പോൾ ഒട്ടും വളരെയധികം ഡിസ്റ്റൻസ് ഉമ്മയ്ക്കും മക്കൾക്കും വാപ്പയ്ക്കും ഇടയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തും എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു സെയിം പ്രോസസ്സ് ഉണ്ടാവും. പക്ഷേ കുട്ടികൾ കൂടുതൽ ഉമ്മയുടെ കൂടെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ മക്കളോട് പറയേണ്ട ഒരു കാര്യം, ഇറ്റ്സ് ഓക്കെ ടു മിസ് യുവർ ഡാഡ്. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മൾ പാരൻറ്റിനെ നമ്മൾ മിസ് ചെയ്യുക, അവരെ കാണാനായിട്ട് ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വളരെ നാച്ചുറലായിട്ട് കണ്ടുകൊണ്ട് തന്നെ കുട്ടിയുടെ ഇമോഷൻസിനെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു വാലിഡേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കുട്ടിക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾ കുട്ടിയെ ജഡ്ജ് ചെയ്യാതെ തന്നെ ഏറ്റവും കൂടുതൽ സമാധാനപരമായ ഒരു പാരൻറ്റ് എന്നുള്ള രീതിയിലും അതേസമയം കുട്ടിയുടെ ഒരു നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് അവിടെ ഇരിക്കാനും സംസാരിക്കാനും കഴിയുന്ന സമയത്താണ് കുട്ടികൾക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊട്ടും സേഫാണ് എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. അവരെവിടേക്കോ അൺസേഫ് ആണെന്നുള്ളൊരു ഫീലാണ് അവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും കുട്ടികൾ റീൽസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും യൂട്യൂബിലൊക്കെ കൂടുതൽ നോക്കുന്ന സമയത്തും വളരെയധികം ഇമോഷണലി ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡോപ്പമിൻ ഹിറ്റ് കൊടുക്കുന്ന കോണ്ടൻസ് ആണ് നമ്മൾ ഡെയിലി ബേസിസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ കുട്ടിയുടെ ഇമോഷൻസിന് വളരെയധികം വാലിഡേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരിക്കണം ഒരു മദർ ആൻഡ് ചൈൽഡിനിടയിൽ എപ്പോഴും വേണ്ടത്. കാരണം ഒരു ഫാദറ് കൊടുക്കേണ്ട ഒരു പ്രൊട്ടക്ഷൻ എവിടേക്കും മിസ്സായി പോകുന്ന സമയത്ത് എ മദർ ഷുഡ് നീഡ് ടു ബി കേപ്പബിൾ ഓഫ് ബീയിങ് എ ഫാദർ ആൻഡ് എ മദർ അറ്റ് ദ സെയിം ടൈം. ഇത് വളരെ ടഫാണ്. മദേഴ്സിൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് ഒരു ഇംബാലൻസ് കൊടുക്കുന്നൊരു കാര്യമാണത്. പക്ഷെ എന്നാൽ പോലും ഇത് ചെയ്യുക എന്നുള്ളത് ഇവിടെ അനിവാര്യമായിട്ട് വരും. നിങ്ങൾ പൈസ കൊണ്ടും ഫിനാൻഷ്യലി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇമോഷണലി നിങ്ങളൊരു പ്രൊട്ടക്റ്റീവ് മദറാണ് എന്നുള്ള രീതിയിൽ കുട്ടിയെ ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ കുട്ടി ഫാദറിനെ വളരെയധികം മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്ന് പറയുക. രണ്ടാമത്തെ കാര്യം, ഉമ്മ വാപ്പയെക്കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കുക. അവിടെ കുട്ടിയുടെ ഇമോഷൻസിനെ വാലിഡ് ചെയ്ത് അതേപോലെ കുട്ടിക്കൊരു പ്രൊട്ടക്റ്റീവ് കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി വേറെ ഇതിൻ്റെ അകത്ത് നടക്കുന്നൊരു പരിപാടിയാണ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള വാശിയും വൈരാഗ്യവും നമ്മൾ കുട്ടിയുടെ അടുത്ത് മോശമായ രീതിയിൽ സംസാരിക്കും. അതായത് കുട്ടി ഫാദറിനെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഫാദറിൻ്റെ അടുത്താണ് കുട്ടിയെങ്കിൽ ഉമ്മയെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് വാപ്പ ഉമ്മയെക്കുറിച്ച് ഒരുപാട് മോശമായി പറഞ്ഞു കൊടുക്കുക, ഉമ്മ വാപ്പയെക്കുറിച്ച് മോശമായി പറഞ്ഞു കൊടുക്കുക. അതൊരിക്കലും ചെയ്യരുത്. ഈ കോൺഫ്ലിക്റ്റ് എപ്പോഴും പാരൻറ്റ് ആൻഡ് മദറിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. അതായത് ഫാദർ ആൻഡ് മദറിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ ഒരിക്കലും നമ്മളുടെ കുട്ടികളുടെ അടുത്ത് കൊണ്ടിടാൻ പാടില്ല. ഇത് നിങ്ങളുടെ ഇടയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം, കുട്ടിയെ സംബന്ധിച്ച് ഫാദർ ആൻഡ് മദർ എന്ന് പറയുന്ന ഒരു ഫിഗർ എപ്പോഴും ഒരു റിബല്ലിയസ് ആയിട്ടുള്ള ഒരു ഫിഗറായിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരിക്കലും പാരൻറ്റിനെ ഇതെൻ്റെ സേഫ് സ്പേസ് ആണ് എന്നുള്ള രീതിയിൽ കാണാനും പറ്റില്ല. അതിനപ്പുറത്തേക്ക് ദിസ് ഇസ് സംവൺ ഹു ഇസ് വെരി മച്ച് വെനമസ്, അല്ലെങ്കിൽ
ഒരു വിഷം നിറഞ്ഞ മനുഷ്യന്മാരാണെന്നുള്ള രീതിയിലേക്ക് കുട്ടികൾക്കത് കാണേണ്ടി വരും. അതാണ് പലപ്പോഴും ഡിവോഴ്സിന് ശേഷം കുട്ടികൾക്ക് പാരൻറ്റിൻ്റെ അടുത്ത് വല്ലാത്തൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത്. കാരണം അവർക്കൊരു സേഫ്റ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് എന്നെ എന്തോ മോശമായ രീതിയിൽ തള്ളിയിട്ടു എന്നുള്ളൊരു ഫീലായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. സോ ഈ പറയുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. നമ്മൾ ഡിവോഴ്സിന് ശേഷം ആദ്യം തന്നെ വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പം ഡിവോഴ്സ് കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈക്ക് അങ്ങനെ ഇങ്ങനെ ട്രിപ്പ് അത് എന്നുള്ളതിനപ്പുറത്തേക്ക് ആദ്യം നമ്മളിൽ ഒരു ഇമോഷണൽ സേഫ്റ്റി നമുക്ക് കൊണ്ടുവരണം. ഈ ഡിവോഴ്സ് ഇസ് നോട്ട് എൻ എൻഡ് എന്നുള്ളതും ഡിവോഴ്സിനപ്പുറം ഒരു ലൈഫ് ഉണ്ടെന്നുള്ളതും വിവാഹം എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അവിടെ ഡിവോഴ്സ് എന്ന് പറയുന്ന പ്രോസസ്സും മിക്കവരിലും നടന്നുകൊണ്ടിരിക്കും. എത്ര കാലം വിവാഹം നടക്കുന്നുണ്ടോ അത്രയും കാലം ഒരു ചില ആൾക്കാരിൽ ഡിവോഴ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് നിങ്ങൾക്ക് ഡിവോഴ്സ് നടന്നോളണം എന്ന് നിർബന്ധമല്ല പറയുന്നത്. രണ്ട് രീതിയിലും ജീവിച്ചു വന്നിട്ടുള്ള മനുഷ്യന്മാർ, രണ്ട് പെർസ്പെക്റ്റീവ്സ് ഉള്ള മനുഷ്യന്മാർ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരിക്കലും കൂടിച്ചേരാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ആ ഒരു സെപ്പറേഷൻ നാച്ചുറലി പല ആൾക്കാരിലും നടന്നു വരുന്നൊരു കാര്യമാണ്. അപ്പം അതിനെ സംതിങ് നെഗറ്റീവായിട്ട് കാണാതെ നമ്മൾക്കല്ലാത്തത് കൊണ്ട് നമ്മളിൽ നിന്ന് മാറി നിന്നു എന്നുള്ള രീതിയിൽ കാണാൻ പഠിക്കണം. ഇല്ലാത്ത പക്ഷം നമ്മളിലൂടെ ഉണ്ടായിട്ടുള്ള മക്കളെ അത് വല്ലാതെ ബാധിക്കും. സോ താങ്ക് യു ഫോർ ഹിയറിംഗ് മീ ഔട്ട്. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.